ഷൺമുഖൻ എന്ന ടാക്സി ഡ്രൈവറുടെ വേഷത്തിൽ മോഹൻലാലിനെ സ്വീകരിച്ച് ആരാധകർ. റിലീസിന് പിന്നാലെ ഗംഭീര അഭിപ്രായമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുമിന് ലഭിക്കുന്നത്. റെക്കോർഡുകൾ തകർത്തു മുന്നേറുകയാണ് ഈ മോഹൻലാൽ ചിത്രം. റിലീസ് ചെയ്ത ശേഷം ബുക്ക് മൈ ഷോ വഴിയുള്ള ബുക്കിംഗിൽ മലയാള സിനിമയിലെ 1-ാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ മോഹൻലാൽ ചിത്രം. ആദ്യ ദിവസം മികച്ച ഓപ്പണിംഗ് കളക്ഷൻ ലഭിക്കുന്ന 7ാമത്തെ മലയാള ചിത്രമായി തുടരും മാറുന്നതാണ് നാം കാണുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം 4 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് റിലീസ് ദിവസം തന്നെ വിറ്റുപോയിരിക്കുന്നത്. ഇപ്പോഴും ഇതേ ട്രെൻഡ് തുടരുകയാണ്. ഈ കണക്ക് ഇങ്ങനെ പോയാൽ വരും ദിവസങ്ങളിൽ 50 കോടി ക്ലബിലേക്ക് തുടരും എത്തുമെന്ന് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ കുത്തനെ ഉയരാനാണ് നിലവിലെ സാഹചര്യങ്ങൾ പറയുന്നത്. ചിത്രത്തിന് ഓരോ മണിക്കൂറിലും വലിയ കുതിപ്പാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ അർദ്ധരാത്രിയിൽ പ്രത്യേക ഷോ പല തിയേറ്ററുകളിലും ഉണ്ടായെന്നാണ് പറയുന്നത്. ചിത്രം ബ്ലോക്ക് ബസ്റ്ററിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനയാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എമ്പുരാൻ എന്ന സൂപ്പർ ഹിറ്റിൽ സ്റ്റൈലിഷ് മാസ് അവതാരമായ മോഹൻലാലിനെയാണ് ആഘോഷമാക്കിയതെങ്കിൽ ഈ സിനിമയിൽ വിന്റേജ് മോഹൻലാലിനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. മോഹൻലാൽ എന്ന പെർഫോമറെ ഒരുപാട് നാൾക്ക് ശേഷം കാണാനായി എന്നതാണ് തുടരും സിനിമയുടെ പ്രത്യേകതയായി ആരാധകരും പറയുന്നത്. 5 ദിവസം കൊണ്ട് എമ്പുരാൻ നേടിയത് 24 കോടിയാണെന്നാണ് ഔദ്യോഗിക കണക്ക്. മലയാളത്തിലെ ഏറ്റവും പണം വാരിയ ചിത്രമാണ് എമ്പുരാൻ. എന്നാൽ എമ്പുരാന്റെ അവകാശവാദങ്ങളൊന്നുമില്ലാതെ എത്തിയ തുടരും അത്ഭുത കാഴ്ചയാണ് ഇപ്പോൾ കാണിക്കുന്നത്. 2.5 ദിവസത്തെ കളക്ഷൻ കണക്കുകൾ 16 കോടിക്ക് മുകളിലാണ്. അതായത് 100 കോടി ക്ലബിലേക്ക് തുടരും ഓടിയെത്തുമെന്ന് സാരം. വിവിധ ഏജൻസികളുടെ കണക്കിൽ ഇന്ത്യയിലെ മാത്രം കളക്ഷനാണ് 16 കോടി എന്നത്. എന്നാൽ വിദേശ കളക്ഷനൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. തുടരും എന്ന മോഹൻലാൽ സിനിമ നിർമ്മാതാക്കൾക്ക് ലാഭം ഉറപ്പാക്കുകയാണ്. OTTയും സാറ്റലൈറ്റ് റൈറ്റ്സും എല്ലാം ചേരുമ്പോൾ പ്രൊഡ്യൂസർക്ക് എല്ലാ അർത്ഥത്തിലും സന്തോഷം തരുന്ന ഒരു ചിത്രം തന്നെയാണ് തുടരും. മോഹൻലാലിന്റെ അഭിനയ മികവും തരുൺമൂർത്തി എന്ന സംവിധായകന്റെ മികവുമെല്ലാം ഇപ്പോൾ ചർച്ചയാവുകയാണ്. കണക്ക് പ്രകാരം ആദ്യ ദിവസം 5 കോടിക്ക് മുകളിലാണ് തുടരും കളക്ട് ചെയ്തത്. 2-ാം ദിനം അത് 8 കോടിയായി. 3-ാം ദിനം 12 മണി വരെ 2 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കളക്ഷൻ കണക്കുകൾ പുറത്തുവരുമ്പോൾ ചിത്രം പടിപടിയായി മുന്നേറുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇതോടുകൂടി ഉറപ്പിക്കാം തുടരുമെന്ന ചിത്രത്തിന്റെ ആകെ കച്ചവടം 100 കോടിക്ക് മുകളിൽ എത്തുമെന്ന്. OTTക്കാരും സാറ്റലൈറ്റുകാരും വൻ തുകയാണ് ഈ തരുൺമൂർത്തി ചിത്രത്തിന് നൽകുന്നതെന്നാണ് റിപ്പോർട്ടുകളിലും പറയുന്നത്. തള്ളില്ലാതെത്തിയ ഈ മോഹൻലാൽ ചിത്രം തുടരും. നേരത്തെ നേരെന്ന മോഹൻലാലിന്റെ കോർട്ട് മൂവിയും ഇത്തരത്തിൽ തിയേറ്ററുകളിൽ ആവേശമുണ്ടാക്കിയ ഒന്നാണ്. അതിനിടെ ആഗോളതലത്തിൽ 2-ാം ദിനം 24 കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തതെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ഇതോടെ ചിത്രം നേടിയ കളക്ഷൻ 40 കോടിയായെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. കേരളത്തിലെ തിയേറ്ററുകളിലെല്ലാം ബുക്കിംഗ് കൊടുങ്കാറ്റ് വീശിയടിക്കുകയാണ്. പ്രധാന നഗരങ്ങളിലെ ഭൂരിഭാഗം തിയേറ്ററുകളും വാരാന്ത്യത്തിൽ ഹൗസ്ഫുള്ളായി കഴിഞ്ഞുവെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.